പുതിരോടിലേക്ക് സ്വാഗതം. എല്ലാവരും കാത്തിരുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഫോമും വന്നിരിക്കുകയാണ്. സോ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് വിളിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ആദ്യം ഓരോ തസ്തികയും അതിന്റെ വേക്കൻസി ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ് നോക്കാം. അതിനുശേഷം ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോമും നോക്കാം. ഒന്നാമതായി കൊടുത്തിരിക്കുന്നത് എഞ്ചിൻ ഡ്രൈവറാണ്. 5 വേക്കൻസി ഉണ്ട്. ST OBC അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ആണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ ആണ് കൂടുതൽ വേക്കൻസി ഉള്ളത്. 3 വേക്കൻസി കൊച്ചിയിലുണ്ട്. 27,500 ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അലവൻസ് ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് എഞ്ചിൻ ഡ്രൈവറുടെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഡിസേബിൾ ആയിട്ട് ചോദിക്കുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നമുക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 3 വർഷത്തെളിവ് OBCക്കും 5 വർഷത്തെളിവ് ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. കൊച്ചിയിലാണ് എക്സാമിനേഷൻ സെന്റർ ഉള്ളത്. അടുത്ത തസ്തിക പറഞ്ഞിരിക്കുന്നത് സ്ട്രാങ് ലെസ്കാർ ആണ്. 2 വേക്കൻസി ഉണ്ട്. OBC അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. 27,500 ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ മിനിസ്റ്റർ ഡിഫൻസിന്റെ അലവൻസ് ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. കൂടാതെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് സ്ട്രാങ് ലെസ്കാൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. 18 മുതൽ 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഫയർ എഞ്ചിൻ ഡ്രൈവറാണ്. 5 വേക്കൻസി ഉണ്ട്. ദാമനിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. OBCക്കും അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 21,700 ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ മിനിസ്റ്റർ ഡിഫൻസിന്റെ അലവൻസ് ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. കൂടാതെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസും ചോദിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നമുക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 3 വർഷത്തിലവ് OBC കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, അടുത്ത തസ്തിക പറഞ്ഞിരിക്കുന്നത് ഫയർമാനാണ്. 53 വേക്കൻസി ഉണ്ട്. ദാമനിൽ 24 വേക്കൻസി, രത്നഗിരിയിൽ 29 വേക്കൻസി. 19,900 ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതും കൂടാതെ ഫയർമാൻ യൂണിഫോം പോസ്റ്റാണ്. മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന്റെ അലവൻസ് ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ്സാണ് യോഗ്യത. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അഡീഷണൽ ആയിട്ട് ഒരു ക്വാളിഫിക്കേഷനും ചോദിക്കുന്നില്ല. 10ാം ക്ലാസ് പാസ്സുകാർക്ക് അപേക്ഷിക്കാം. മാത്രമല്ല 165 സെന്റിമീറ്റർ ഏറ്റവും കുറഞ്ഞത് ഹൈറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 81.5 സെന്റിമീറ്റർ ചെസ്റ്റ് നോർമൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എക്സ്പാൻഷൻ വരുമ്പോൾ 85 സെന്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. 50 കിലോഗ്രാം ആണ് വെയിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫയർമാൻ തസ്തികയിലേക്കുള്ള 18 മുതൽ 27 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. അടുത്ത് സിവിലിയൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവറാണ്. 11 വേക്കൻസി ഉണ്ട്. 19,900 ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. 18 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ ഏജ് ലിമിറ്റിൽ 3 വർഷത്തിൽ OBCയും 5 വർഷത്തെളിവ് SC ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. അടുത്ത മോട്ടോർ ട്രാൻസ്പോർട്ട് ഫിറ്റർ ആണ്. 5 വേക്കൻസി ഉണ്ട്. കൊച്ചിയിലും വേക്കൻസി ഉണ്ട്. 19,900 ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത. 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ഡിസേബിൾഡ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. 18 മുതൽ 25 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 3 വർഷത്തിൽ OBC കാൻഡിഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അവിടെ സ്റ്റോർ കീപ്പർ ഗ്രേഡ് 2nd ആണ്. 3 വേക്കൻസി ഉണ്ട്. കൊച്ചിയിലും വേക്കൻസി ഉണ്ട്. 19,900 ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. +2 ആണ് അടിസ്ഥാന യോഗ്യത. കൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റോർ കീപ്പറായിട്ട് നിന്നതിന്റെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. 1 വർഷത്തെ. 18 മുതൽ 25 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്പ്രേ പെയിന്റർ ആണ്. 1 വേക്കൻസി ഉണ്ട്. 19,900 ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ITI സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. 18 മുതൽ 25 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മോട്ടോർ ട്രാൻസ്പോർട്ട് മെക്കാനിക്കാണ്. 1 വേക്കൻസി ഉണ്ട്. 19,900 ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. 18 മുതൽ 25 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ലസ്കാർ എന്ന തസ്തികയാണ്. 5 വേക്കൻസി. കൊച്ചിയിലും വേക്കൻസി ഉണ്ട്. 18,000 ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത. 3 വർഷത്തെ എക്സ്പീരിയൻസ് ബോട്ടിൽ ചോദിക്കുന്നുണ്ട്. 18 മുതൽ 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പിയൂൺ ആണ്. 3 വേക്കൻസി ഉണ്ട്. 18,000 ബേസിക് സാലറി. 10ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത. 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ഏതെങ്കിലും ഓഫീസിൽ നിന്നിന്റെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 18 മുതൽ 27 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത അൺസ്കിൽഡ് വർക്കറാണ്. അൺസ്കിൽഡ് ലേബറാണ്. 1 വേക്കൻസി ഉണ്ട്. 12,000 ബേസിക് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യത. 3 വർഷത്തെ എക്സ്പീരിയൻസും ആ ട്രേഡിൽ ചോദിക്കുന്നുണ്ട്. 18 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ തസ്തികയിലേക്കുള്ള അവസാന ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 31 ജാനുവരി 2022 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഓരോ ഓരോ പ്ലേസിലേക്കുള്ള അഡ്രസ്സും കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടുണ്ട്. നമുക്കിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെയുണ്ട്. ഒഫീഷ്യൽ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ സൈറ്റിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുക. കാരണം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്, എങ്ങനെയാണ് എൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ തീർച്ചയായും അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഉപകാരപ്പെട്ടില്ല വെച്ചാൽ മറക്കരുത്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ. വന്ദേ മാതരം.